രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റർബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നതുവരെ ആരും അറിയില്ലായിരുന്നുവെന്ന മണ്ടത്തരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ഹോളിവുഡ് സിനിമ ചൂണ്ടിക്കാണിച്ചായിരുന്നു മോദിയുടെ പരാമർശം. ഏതായാലും തിരഞ്ഞെടുപ്പിനിടയിലുള്ള ഈ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. ലോകം മുഴുവൻ ഗാന്ധിയെ അറിഞ്ഞത് ഈ ചിത്രം റിലീസായതിനു ശേഷമാണെന്നും മോദി പറയുന്നുണ്ട്. ഒരു പ്രമുഖ ചാനലുമായുള്ള അഭിമുഖത്തിലായിരുന്നു മോദിയുടെ വിവാദ പരാമർശം. കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം. മഹാത്മാഗാന്ധിയെ ആഗോളതലത്തിൽ പ്രശസ്തനാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെന്നും മോദി പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി മഹാനായ മനുഷ്യനാണ്. കഴിഞ്ഞ 75 വർഷം ആഗോളതലത്തിൽ അദ്ദേഹത്തിനു വേണ്ടി പ്രശസ്തിയൊരുക്കുക നമ്മുടെ കടമയായിരുന്നില്ലേ? ആർക്കും ഗാന്ധിയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഗാന്ധി സിനിമ റിലീസായപ്പോഴാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ കുറിച്ചറിയാൻ വലിയ ആകാംക്ഷയുണ്ടായത്. ആരാണ് ഈ മനുഷ്യൻ എന്നായിരുന്നു അവർ അന്വേഷിച്ചത്. നമ്മൾ അദ്ദേഹത്തെ ലോകത്തെല്ലായിടത്തും പ്രശസ്തനാക്കാൻ ഒന്നും ചെയ്തില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല എന്നിവരെ കുറിച്ചെല്ലാം ലോകമറിഞ്ഞു. ഗാന്ധി ഇവരെക്കാളും ഒട്ടും ചെറുതല്ല. അത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് മോദി ചൂണ്ടിക്കാട്ടി. അതേസമയം കോൺഗ്രസ് രൂക്ഷമായിട്ടാണ് മോദിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് ലോകത്താണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. 1982 മുൻപ് മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് പറയുന്ന ലോകം ഏതാണെന്നും തനിക്കറിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചത്. മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൽ നിന്ന് പുറത്താവുന്ന മോദി തന്നെയാണ്. മോദിയുടെ സർക്കാരാണ് വാരണാസി, ഡൽഹി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത്. ഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെയുടെ അനുയായികളും ഗാന്ധിയുടെ അനുയായികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നും ജയറാം രമേശ് കുറിച്ചു. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഗാന്ധിയെ കുറിച്ച് പൂർണ്ണമായും അറിയാൻ സിനിമ കാണേണ്ടതുള്ളൂ എന്ന് രാഹുൽ ഗാന്ധിയും മോദിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ മോദിയുടെ ഈ പരാമർശം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും വിഡ്ഢിത്തം പറയുമ്പോൾ ലോകം ഇന്ത്യയെ പുച്ഛിക്കുന്നതോർത്ത് നമുക്ക് ലജ്ജിക്കാം. ലോകം ആദരിക്കുന്ന നെൽസൺ മണ്ടേലയെ പോലുള്ളവർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രചോദനമാക്കിയ മഹാത്മാവിന്റെ ആത്മാവ് മോദിയോട് ക്ഷമിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ കമന്റ് ചെയ്തത്. ഇതിലും വലിയ അപമാനം ചരിത്രത്തിൽ വേറെ ഉണ്ടാകില്ലെന്ന് മറ്റൊരാൾ കുറിച്ചു. മോദിയെ ലോകം അറിഞ്ഞത് ഗുജറാത്ത് കലാപം നടന്ന ശേഷമാണെന്ന് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയെ അപമാനിച്ച മോദിക്ക് നേരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും ഏറെയാണ്. ഏതായാലും ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന മോദി ഇനിയെങ്കിലും ഓർക്കുക, വിമർശനങ്ങൾ പിറകെയുണ്ടെന്ന്. അതേസമയം 11 ഓസ്കാർ നോമിനേഷനാണ് ഈ ചിത്രത്തിന് അന്ന് ലഭിച്ചത്. 8 അവാർഡുകളും ചിത്രം സ്വന്തമാക്കി. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം വരെ അതിലുണ്ടായിരുന്നു. സ്റ്റീവൻ സ്പീൽബർഗിന്റെ വിഖ്യാത ചിത്രം E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയയും ഇതിനോട് മത്സരിക്കാനുണ്ടായിരുന്നു.